ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൺ. ഞാൻ ഇന്നിവിടെ സിമ്പിളായിട്ടുള്ളൊരു മത്തങ്ങ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. മത്തങ്ങയും തേങ്ങാപ്പാലും കൂടെ ചേർത്തുള്ള ഒരു കറി. വളരെ സിമ്പിളായിട്ട്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഹെൽത്തി ആയിട്ടും സിമ്പിളായിട്ടുമുള്ള ഈ മത്തങ്ങ കറി നമുക്ക് തയ്യാറാക്കി കൊണ്ടുവരാം. അപ്പോൾ ആദ്യം ഞാൻ ഈ മത്തങ്ങയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇതിൻ്റെ തോല് കളയുന്നില്ല, തോലോടുകൂടി റെഡിയാക്കുന്നതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് തോല് ചുരണ്ടി കളഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊണ്ടുവരാം. മത്തങ്ങയൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. തോലോടുകൂടിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു 5-6 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. ഇത് ഫുൾ എടുത്തില്ല ഞാൻ, ഇത് കണ്ടോ, അതിൻ്റെ ഒരു ഹാഫ് പീസ് എടുത്തപ്പോൾ തന്നെ നമുക്കൊരു ചട്ടി നിറയെ കഷ്ണങ്ങൾ കിട്ടി. അപ്പോൾ ഇത് മതി നമുക്ക് ഇന്നത്തെ ആവശ്യത്തിന്. അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത്, 3-4 അല്ലി വെളുത്തുള്ളി, ഇത് രണ്ടും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണങ്ങിയ കറിവേപ്പിലയാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മത്തങ്ങ വേകാനായിട്ടുള്ള വെള്ളമാണ്. ഇതിനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ കഴിയുമ്പോഴത്തേക്ക് മത്തങ്ങ വെന്ത് കിട്ടും. മത്തങ്ങ വെന്ത് വരട്ടെ. നമുക്ക് മത്തങ്ങ വെന്തൊന്നും തുറന്നു നോക്കാം. ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ മത്തങ്ങ വേവാൻ വെച്ചിട്ട്. മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഈ മത്തങ്ങ കഷ്ണങ്ങൾ. അധികം ഉടയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന്, ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കുറുകിയ തേങ്ങാപ്പാലാണ്. ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ മത്തങ്ങ തേങ്ങാപ്പാൽ കറി റെഡി ആയിട്ടുണ്ട്. എത്ര സിമ്പിളല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള മത്തങ്ങ തേങ്ങാപ്പാൽ കറി. ഇത് ടോട്ടൽ കുക്കിംഗ് ടൈം ഇതിന് ഒരു 10 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കുക, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. നമ്മുടെ മിയാനി കിച്ചണിൽ ചെയ്യുന്ന റെസിപ്പികളൊക്കെ സിമ്പിളാണ്, ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പികളാണ് മിയാനി കിച്ചണിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.